ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് വിശപ്പ് രഹിത കേരളം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് തുടങ്ങിയ സുഭിക്ഷ ഹോട്ടലുകളിൽ ഉച്ചയൂൺ നിരക്ക് 20 രൂപയിൽ നിന്ന് 30 രൂപയാക്കി ഉയർത്തി. കുടുംബശ്രീയുടെ ജനകീയ ഹോട്ടൽ പോലെ സുഭിക്ഷ ഹോട്ടലുകളിലും ഊണിന് 30 രൂപയാക്കണമെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ ശുപാർശ ചെയ്തിരുന്നു. അത് മാത്രമല്ല, പ്രാരംഭ ചെലവുകൾക്കായി ഹോട്ടലുകൾക്ക് അനുവദിച്ച തുക കുറഞ്ഞതും ഹോട്ടൽ നടത്തിപ്പിന് വെല്ലുവിളിയായിട്ടുണ്ട്. ഒരു ഹോട്ടലിന് 10 ലക്ഷം രൂപ വരെ നൽകിയത് 7 ലക്ഷമായി കുറച്ചതും പ്രതിസന്ധിയുണ്ടാക്കി. ഓരോ ജില്ലയിലും ഒന്നിലധികം ഹോട്ടലുകൾ തുടങ്ങാൻ ശുപാർശ ലഭിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉണ്ടായ വില വർധനവും. സബ്സിഡി നിരക്കിൽ അരി കൃത്യസമയത്ത് ലഭിക്കാത്തതും സുഭിക്ഷ ഹോട്ടലുകൾക്ക് വിലങ്ങായി. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പ്രയാസം അനുഭവിക്കുന്നവർക്ക് 20 രൂപയുടെ ഊണ് വലിയ ആശ്വാസമായിരുന്നു. എന്നാൽ ഹോട്ടലിലെ കാര്യങ്ങൾ അത്ര സുഭിക്ഷമായിരുന്നില്ല എന്ന് മാത്രം. ഊണിന് 10 രൂപയല്ലേ കൂട്ടിയുള്ളൂ എന്ന് പറഞ്ഞ് സർക്കാർ ഇലമടക്കിയാൽ വെട്ടിലാവുന്ന ഒരുപാട് പേരുണ്ട്. ഭക്ഷ്യവകുപ്പ് അനുകൂല സമീപനം സ്വീകരിക്കുമ്പോൾ ധനവകുപ്പ് ഉടക്ക് വെക്കുന്നതാണ് സുഭിക്ഷയ്ക്ക് തിരിച്ചടിയാക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. സുഭിക്ഷയിൽ 500ഓളം പേരാണ് ദിവസവും ഭക്ഷണം കഴിക്കാനെത്തുന്നത്. ഹോട്ടൽ ഒന്നിന് മാസം 6 ക്വിന്റൽ അരിയാണ് കിലോയ്ക്ക് 11 രൂപ നിരക്കിൽ നൽകിയിരുന്നത്. ഡിസംബറിന് ശേഷം സപ്ലൈകോയിൽ നിന്ന് അരി ലഭിക്കാതെയായി. സിവിൽ സപ്ലൈസ് കമ്മീഷണറേറ്റിൽ നിന്ന് റേഷൻ കൊടുക്കാനുള്ള ഉത്തരവ് കിട്ടിയിട്ടില്ലെന്ന് ജില്ലാ സിവിൽ സപ്ലൈസ് അധികൃതർ മുൻപ് പറഞ്ഞിരുന്നു. ഇതോടെ കിലോയ്ക്ക് 41 രൂപ നൽകി പൊതുവിപണിയിൽ നിന്ന് അരി വാങ്ങിയാണ് 20 രൂപ ഊണ് നൽകിയിരുന്നത്. എന്തൊക്കെയായാലും സുഭിക്ഷയിലിരുന്ന് സുഭിക്ഷമായി ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇനി 30 രൂപ നൽകണമെന്ന് സാരം.